കസ്റ്റമർക്ക് എപ്പോഴും താല്പര്യം എനിക്കെന്ത് കിട്ടുന്നില്ല അറിയണം. നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് സ്റ്റൊമക് ഏക്കുമായിട്ട് പോയി കഴിഞ്ഞാൽ ഹെഡ് ഏക്കിന് ടാബ്ലറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. സ്റ്റൊമക് ഏക്കിന് എന്ത് വേണം? സ്റ്റൊമക് ഏക്കിനുള്ള വയറുവേദനയ്ക്കുള്ള വയറുവേദനയാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഡയഗ്നോസ് ചെയ്തിട്ട് അതിനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കണം, അതിനുള്ള മെഡിസിൻ കൊടുക്കണം. മിക്കപ്പോൾ ഇത് ഇരിക്കുന്ന ഓണ്ടർപ്രണേഴ്സ് ആവും, നിങ്ങൾ നേരിട്ട് വിറ്റോളന്നില്ല. അപ്പൊ നിങ്ങളെ സെയിൽസ് ടീമിനെ കൊണ്ട് എന്ത് ചെയ്യണം? ബർഗർ ഉണ്ടാക്കണം, സെയിൽസ് ബർഗർ ഉണ്ടാക്കണം. ബർഗർ എന്ന് പറഞ്ഞാൽ Greenlives Coaching and Training Solution. കസ്റ്റമറെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? ഹാൻഡിലിംഗ് ദ ഒബ്ജെക്ഷൻസ്. അവിടുന്ന് ഒബ്ജെക്ഷൻസ് വരും. ഏത് പ്രോഡക്റ്റും സർവീസും നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജെക്ഷൻസ് വരും. മാർക്കറ്റിൽ നിന്ന് ഒബ്ജെക്ഷൻ വരും. യുവർ പ്രൈസ് ഈസ് ടു ഹൈ, നിങ്ങളുടെ സാധനത്തിൻ്റെ വില കൂടുതലാണ്, നിങ്ങളുടെ കോഴ്സ് ഫീ കൂടുതലാണ്, നിങ്ങളുടെ ട്രെയിനിങ് ഫീ കൂടുതലാണ്, നിങ്ങളുടെ കോച്ചിങ് ഫീ കൂടുതലാണ്, നിങ്ങളുടെ സർവീസ് ഫീ കൂടുതലാണ്. യുവർ പ്രൈസ് ഈസ് ടു ഹൈ. ദിസ് ഇസ് എ കോമൺ ഒബ്ജെക്ഷൻ. ഏത് പ്രോഡക്റ്റ് വിറ്റാലും പറയും വില കൂടുതലാണ്. ഇത് കോമൺ ഒബ്ജെക്ഷൻ ആണ്. വേറൊരു ഒബ്ജെക്ഷൻ ആണ് എന്ത്? ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, താല്പര്യമില്ല. ലീഡ് വരും, പിന്നെ വിളിക്കുമ്പോൾ പറയും താല്പര്യമില്ല, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, താല്പര്യമില്ല. വേറൊരു ഒബ്ജെക്ഷൻ ആണ് ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, ഞങ്ങളൊന്ന് ചിന്തിക്കട്ടെ, ഞാൻ അടുത്ത ആഴ്ച പറയാം, അടുത്ത മാസം പറയാം, ഞാൻ നെക്സ്റ്റ് മാസം എന്താണ് ചെയ്യാം. ഇങ്ങനെ എന്ത് ചെയ്യും? കസ്റ്റമർ നീട്ടിവെക്കും. വേറൊരു ഒബ്ജെക്ഷനാണ് എന്ത് ഗ്യാരണ്ടി ഞങ്ങളെ പ്രൊഡക്റ്റിനുള്ളത്, എന്ത് വാറണ്ടി ഞങ്ങൾ കൊടുക്കുക, ഇത് ഞാൻ ഇപ്പോൾ ഈ കോഴ്സിന് അറ്റൻഡ് ചെയ്താൽ എനിക്കെന്ത് ബെനിഫിറ്റ്സാണ് ഉണ്ടാവുക, ഈ സെയിൽസ് ട്രെയിനിങ് ഇപ്പോൾ 1 ഇയർ പാക്കേജ് എടുത്താൽ ഞങ്ങളെ ടേൺ ഓവർ കൂടുന്നതിന് എന്താ ഉറപ്പ്, നിങ്ങൾ കോച്ചിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബിസിനസ്സിൽ മാറ്റം വരുന്നതിന് എന്താ ഉറപ്പ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് എന്താ ഗ്യാരണ്ടി. ഇത് നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് വിൽക്കുകയാണെന്ന് ചോദിക്കും അല്ലേ, എന്ത് ഗ്യാരണ്ടി ചോദിക്കും. ഗ്യാരണ്ടി എന്താണ്, വാറണ്ടി എന്താണ്? ഇതാണ് ഒരു ഒബ്ജെക്ഷൻ. ചില ആളുകൾ പറയുന്നത്, ചില ആളുകൾ പറയും താല്പര്യമില്ല, ചില ആൾക്കാർ വാങ്ങും, സ്വീകരിക്കും, ചില ആൾക്കാർ പറയും വില കൂടുതലാണ്, ചില ആൾക്കാർ പറയും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, ചില ആൾക്കാർ പറയും ഗ്യാരണ്ടി ചോദിക്കും, വാറണ്ടി ചോദിക്കും. ഇങ്ങനെ പല ഒബ്ജെക്ഷൻസ് മാർക്കറ്റിൽ നിന്ന് വരും. ഈ ഒബ്ജെക്ഷൻസിന് നമുക്ക് ഓവർ റൂൾ ചെയ്യാൻ കഴിയണം. സെയിൽസ് ഈസ് റിജക്ഷൻ ഗെയിമാണ്. അപ്പോൾ അതിനെ ഓവർ റൂൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അതിൻ്റെ സയൻസ് പഠിക്കണം, ആ പ്രോസസ്സ് കറക്റ്റ് ആവണം. പിന്നെ ആ ഒബ്ജെക്ഷൻസ് വരുമ്പോൾ ഓരോ ഒബ്ജെക്ഷൻസിനും ഓരോ ഇഞ്ചക്ഷൻ ഉണ്ട്. നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് സ്റ്റൊമക് ഏക്കുമായിട്ട് പോയി കഴിഞ്ഞാൽ ഹെഡ് ഏക്കിന് ടാബ്ലറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. സ്റ്റൊമക് ഏക്കിന് എന്ത് വേണം? സ്റ്റൊമക് ഏക്കിനുള്ള വയറുവേദനയ്ക്കുള്ള വയറുവേദനയാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഡയഗ്നോസ് ചെയ്തിട്ട് അതിനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കണം, അതിനുള്ള മെഡിസിൻ കൊടുക്കണം. ഹെഡ് ഏക്ക് ആണെങ്കിൽ ഹെഡ് ഏക്കിനുള്ള കൊടുക്കണം. വാറണ്ടി ഗ്യാരണ്ടി ചോദിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഒബ്ജെക്ഷൻസ് ഉണ്ട്, അതിനുള്ള ഓവർ റൂൾ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ വില കൂടുതലാണെന്ന് പറഞ്ഞ ആൾക്കാർക്ക് അതെങ്ങനെ അതിനുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്. നീട്ടി വെക്കുന്ന കസ്റ്റമേഴ്സിന് എങ്ങനെ ഓവർ റൂൾ ചെയ്യണം. ഇതിന് ഓരോന്നിനും എന്തുണ്ട്? ഓരോ സ്ട്രാറ്റജീസ് നമ്മൾ അപ്ലൈ ചെയ്യാനുണ്ട്. സെയിൽസ് ബർഗർ ഉണ്ടാക്കാൻ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ മിക്കപ്പോൾ ഇത് ഇരിക്കുന്ന ഓണ്ടർപ്രണേഴ്സ് ആവും, നിങ്ങൾ നേരിട്ട് വിറ്റോളന്നില്ല. അപ്പം നിങ്ങളെ സെയിൽസ് ടീമിനെ കൊണ്ട് എന്ത് ചെയ്യണം? ബർഗർ ഉണ്ടാക്കണം, സെയിൽസ് ബർഗർ ഉണ്ടാക്കണം. ബർഗർ എന്ന് പറഞ്ഞാൽ എന്താ? ബർഗർ എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലൊരു ബണ്ണുണ്ടാവും, താഴെ ഒരു ബണ്ണുണ്ടാവും, അതിൻ്റെ ഉള്ളിലെന്തുണ്ടാവും? മീറ്റ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചിക്കനോ മട്ടനോ ബീഫോ എന്തെങ്കിലും ഉണ്ടാവും. നമ്മൾ ബർഗർ വാങ്ങുന്നത് എന്തിനാ? ആ ഉള്ളിലുള്ള ആ മീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പക്ഷെ ആ മീറ്റ് കഴിക്കണമെങ്കിൽ എന്ത് വേണം? ഫീച്ചേഴ്സ് ആണ് മുകളിലെ ബണ്ണ്. താഴത്തെ ബണ്ണ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് ആണ്, ഉള്ളിലുള്ളത് എന്താണ്? ബെനിഫിറ്റ്സ് ആണ്. കസ്റ്റമർക്ക് എപ്പോഴും താല്പര്യം എനിക്കെന്ത് കിട്ടുന്നില്ല അറിയണം, എനിക്കെന്താ കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ബെനിഫിറ്റ്സും എന്ത് ചെയ്യണം? മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. കുഞ്ഞു കുഞ്ഞു ബർഗറുകൾ കൊടുക്കാൻ പറ്റണം. നമ്മളെ സെയിൽസ് ടീമിനെ ഒരു 30 ബർഗറെങ്കിലും ഉണ്ടാക്കാൻ പഠിപ്പിക്കണം. അപ്പോൾ ആ പ്രൈസ് ഒബ്ജക്ഷൻ വരുമ്പോൾ നമുക്ക് എന്ത് പറ്റുള്ളൂ? ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ഒബ്ജക്ഷൻസ് വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? അതിനെ നമുക്ക് ഒബ്ജക്ഷൻസിനെ മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബർഗർ രൂപത്തിൽ എന്ത് ചെയ്യണം? ഇത് നമ്മളെ സെയിൽസ് ടീമിന് എത്രമാത്രം ബർഗർ ഉണ്ടാക്കാൻ പറ്റുമോ അത്രമാത്രം നമുക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ബർഗർ ഉണ്ടാക്കാൻ പഠിക്കണം. അതേപോലെ തന്നെ ഓരോ ഇഞ്ചക്ഷൻസിനും ഓരോ മെഡിസിൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം.
അപ്പോൾ ഹാൻഡിലിംഗ് ഒബ്ജെക്ഷൻസ് ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്കിൽ. ഇപ്പോൾ നേരത്തെ നമ്മുടെ പിന്നെ മുസ്തഫ MG പറഞ്ഞതാണ്, പുള്ളിക്ക് വരുന്ന ഒബ്ജെക്ഷൻസിന് പുള്ളി ഓവർ റൂൾ ചെയ്ത എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അതിനൊരു സയൻസ് ഉണ്ട് അത് ഓവർ റൂൾ ചെയ്യാൻ. Greenlives Coaching and Training Solution.